നമസ്കാരം. നമുക്കിന്ന് ബഡ്പ്ലാവിന്റെ ചക്കപ്പഴം തിന്നാം. നമ്മള് ബഡ്പ്ലാവ് വെച്ചൊരു 3 വർഷം 4 വർഷം ആകുമ്പോൾ ആ പ്ലാവ് നമ്മുടെ കായ്ക്കും. നല്ല തേൻവരിക്ക പോലെയുള്ള നല്ല കളറുള്ള പ്ലാവാണ്, ചക്കയാണേ. അതിന്റെ നല്ലപോലെ മൂത്ത ചക്ക നമ്മള് നിലത്ത് വീണ് ചതയാതെ കയറിൽ ഇറക്കി വെച്ച് 2 ദിവസം കഴിയുമ്പോൾ പഴുത്ത് കിട്ടും നമുക്ക്. അപ്പോൾ അത് ഞാൻ ഇരിഞ്ഞു വെച്ചിരിക്കുക പഴുത്തത്. ഇനി അതൊന്ന് വൃത്തിയാക്കാം. അതിന്റെ ചകിണി, അതിനകത്തെ കുരുവെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് കഴിക്കാം. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഒരു ചൊളയോ കുരുവോ ഒന്നും മുറിയാതെ ഞാൻ ചക്ക ഇരിഞ്ഞ് ക്ലീൻ ചെയ്തു വെച്ചു. ഇനി അകത്തെ കുരുവും കൂടെ ഒന്ന് കളഞ്ഞു കാണിക്കാം. ഇത് നല്ല, ഇതിന്റെ അകത്ത് തേനും ഉണ്ട് ചെറുതായിട്ട്. നല്ല ചക്കപ്പഴവും നല്ല മധുരവും നല്ല ചുള കട്ടിയുണ്ട്, കടിച്ച് കഴിക്കാൻ. നമ്മൾ 5 ചുള തിന്നാൽ നമ്മുടെ വയറ് നിറയും. ആ ടൈപ്പ് ചക്കയാണേ. നമുക്ക് അരിഞ്ഞെടുക്കാവേ. ഓരോ പീസായിട്ട്, ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ചക്കപ്പഴം ചെറിയ പീസായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് അല്പം തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കാവേ. ചില ചെറിയ കുട്ടികള് ചക്കപ്പഴം ഒന്നും കഴിക്കത്തില്ല, എനിക്ക് വേണ്ടാന്ന് പറയും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മള് ഇങ്ങനെ തേങ്ങ ചിരവുന്നു, അതിന്റെ മുകളിലിട്ട് കൊടുക്കുന്നു, അല്പം തേൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അല്പം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഈ ചക്കപ്പഴവും തേങ്ങായും തേനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ് മക്കളെ. ഒന്ന് കഴിച്ചു നോക്കണം എല്ലാവരുമേ. ഒരു സ്പൂൺ തേൻ മതി. നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. എന്നാലും ഈ ചക്കപ്പഴത്തിന്റെ ടേസ്റ്റ് ഒന്നും കൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് കഴിക്കാൻ സമയത്ത് അന്നേരം കഴിക്കരുത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കണേ.